എനിക്ക് വയ്യ എങ്ങനെ നിൽക്കാൻ മടുത്തു. എനിക്കും വയ്യ. അതല്ല ഞാനും പറഞ്ഞു. ഞാൻ പറയുന്നല്ല ഇങ്ങനെ ഏറ്റു പറയുന്നത് എന്തിനാ? നീ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് പറഞ്ഞൂടെ? എടാ നിങ്ങളിത് എവിടാ? ഒന്ന് പെട്ടെന്ന് വാടാ. നീ ഫോൺ വഴി. ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ. കിടന്ന് ചാവാത് വരുന്നു. എവിടെ നിൽക്കുന്നു? നിങ്ങളെത്തിയോ? ഇവിടെ ഇറങ്ങ്. ഇങ്ങോട്ട് വാ. വരുന്നു. എന്താടാ പ്രശ്നം? ആകെ മൊത്തം പ്രശ്നമാളിയാ. ഇതൊന്നും ശരിയാവൂല. എന്ത് ശരിയാവില്ല എന്ന് അതിലും പ്രശ്നം എന്താന്ന് പറയൂ. എടാ അത് പിന്നെ ഞങ്ങളുടെ ലൗകിക ജീവിതത്തിന്റെ തുടക്കകാലം ഒരുതരം ഭ്രാന്തായിരുന്നു. പക്ഷെ പയ്യാണ് മനസ്സിലാക്കിയത് ഭ്രാന്തി വെക്കാണെന്ന്. നല്ല കൊച്ചല്ലേ? നല്ല ക്യൂട്ടല്ലേ? The girl was bad. The girl was dangerous. അപ്പൊ ഞാനോ ഉറങ്ങുവാണോ നീ? ഇവക്ക് വട്ടാടാ. നിന്റെ അച്ഛനാടാ വട്ട് പൊട്ടക്കണ. കണ്ട അച്ഛനും വട്ടാണ്. ഇതാണോ പ്രശ്നം? അതല്ലളിയാ, ഒട്ടും സിങ്കില്ല ഒരു കാര്യത്തിലും. എങ്ങനെയാണ് അത്രയും മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ആവണം. അസൂയ തോന്നുവാടാ. എനിക്കും. ഒന്ന് പറഞ്ഞാടാ, നിങ്ങൾ എങ്ങനെയാടാ? ഇവളൊരു പെണ്ണാണോ? പെണ്ണാണത്ര പെണ്ണ്. ഇവൾ എന്നെ ലൈഫിൽ വന്നു അന്ന് ഞാൻ ലോക്കായതാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവള് കുളിക്കത്തില്ല. ഞാൻ പൊട്ടനാ വിശ്വസിച്ചോളൂ. സ്പ്രേ മേടിച്ച് നടന്നോളൂ. ഒരു കാര്യം ഇവള് സ്വന്തമായിട്ട് ചെയ്യത്തില്ല. എന്തിന്? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഹെൽമെറ്റ് പോലും ഊരത്തില്ല. അത് വെച്ച് നടക്കും. എന്തോന്ന് അവള് വിളിച്ച ആ സെക്കൻഡ് ഞാൻ ഫോൺ എടുക്കണം. അതിപ്പോ എവിടെ ആണെങ്കിലും എടുത്തില്ലല്ലോ. എവിടെ പോയി കിടക്കുമായിരുന്നു? നിനക്കിപ്പോ എന്നെ വേണ്ട. നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിക്കാണും. പക്ഷെ എന്തൊക്കെ കേൾക്കണം. ഇനി ഇടയ്ക്ക് റേഞ്ച് കട്ടായാലോ? ഹലോ. അയ്യോ ഹലോ. നേരെ മറിച്ച് ഞാൻ വിളിച്ചിട്ടാണ് അവൾ ഫോൺ എടുക്കാത്തെങ്കിലോ അവള് പറയും വേണം ചോദിച്ചാൽ മതി. എടാ നീ എന്താടാ ഇരുന്ന് കോക്കറി കാണിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറടാ. നീയെങ്കിലും ഒന്ന് പറ. ഇതുപോലൊരു വൃത്തിയേട്ടൻ 24 മണിക്കൂർ അവന്റെ അമ്മൂമ്മയുടെ വീഡിയോ കോള് വരാൻ പറ്റൂ? തുണിയിലാണ്ട് വരാൻ പറ്റൂ? അവന്റെ തന്തയാണല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. അയ്യോ ദേഷ്യപ്പെടാൻ പാടില്ല, അവ കരയും. അയ്യോ വെറുതെ പറഞ്ഞല്ലേ. അവന് മനസ്സിലാക്കുന്നില്ല, അവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പെരുത്ത് വരും എനിക്ക്. എന്നിട്ട് വഴക്കല്ല സോൾവ് ആകുമ്പോ പിന്നെ ഒക്കെ പിടിച്ചോണ്ട് വരും. അവന്റെ മുമ്പോട്ട് ഒരു വീഡിയോ കോൾ. ഇല്ല പറ്റത്തില്ല. വീഡിയോ കോൾ വാ. അടുത്തു. എടാ എങ്ങനെയാടാ ഇത്ര മനസ്സിലാക്കി നിക്കാൻ പറ്റുന്നേ?
എടി അതീ എടാ എന്തെങ്കിലും ഒന്ന് പറടാ. ആ എടാ ഒന്ന് പറ പ്ലീസ്. എടി നീയെങ്കിലും. അത് എടാ എങ്ങനെ പറയാൻ സമയം പുല്ലേ. ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പൂച്ചയ്ക്ക് പാലിഷ്ടമില്ലാഞ്ഞിട്ടല്ലോ. അത് കണ്ണിത്തെറിക്കാതിരിക്കെ അല്ലേ? അതേപോലെയാണ് ചില കാര്യങ്ങൾ. എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആരും ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല. 8 ബൂട്ട് പോളിഷ് ചെയ്തലായിരുന്നു. എല്ലാം മനസ്സാണ്. അങ്ങനെയല്ലേ മോനെ? എനിക്കെല്ലാം മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവണ്ട്. രണ്ടിനും മട്ടാണ്. എടി സോറി എടി. എടാ നിനക്കിപ്പോൾ ഞാനെന്താ തരിക? ഞാൻ ഒരു ഉമ്മ തരട്ടെ? എനിക്ക് ഇടതാ കൊടുക്ക്. വേണ്ട, അവളെ തല്ല്. അളിയാ, ടാറ്റാ. ടാറ്റാ. ഉമ്മ. മതി മതി ബൈ. എന്നാലും നീ എന്തുവാടാ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ പോയി പൂച്ച വാങ്ങാൻ? മണ്ടറാ നീ? ഞാൻ ഉദ്ദേശിച്ചത് ചിലതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണമെന്നാണ്. അങ്ങ് കണ്ണടച്ചേക്കണം. അതിനാരേലും പോയി പൂച്ച വാങ്ങുവോ? പൂച്ചേ. ഞാൻ ഒരു ഉമ്മ തരട്ടെ? നല്ല ക്യൂട്ടല്ലേ? അപ്പൊ ഞാനോ? 24 മണിക്കൂറിന്റെ മുമ്പ് വീഡിയോ കോൾ. വീഡിയോ കോൾ വരാൻ പറ്റും. എനിക്കൊന്ന് കേൾക്കൂടാ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചൊന്നും കേൾക്കൂലല്ലോ. ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പൂച്ചയ്ക്ക് പാലിഷ്ടമില്ലാഞ്ഞിട്ടല്ലോ.